എനിക്ക് പടച്ചോൻ കൊണ്ടുവന്ന ഒരു സമ്മാനമായിരിക്കും ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് പറയാതെ എൻ്റെ അനുഭവങ്ങൾ ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ആശയറ്റവരായി പോകും. എന്നാൽ കുറച്ച് കഴിഞ്ഞാണ് ഇത് പ്രയാസമല്ല, വലിയ അനുഗ്രഹമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകുക. ഫക്രുദ്ദീൻ പന്താവൂർ ജയിലിലായതിനു ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഒരവസ്ഥയിൽ ഇത്തരമൊരു കേസിൽ ഫക്രുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞ വിധി അസാധു ആയി പോയതിനു ശേഷം പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഇദ്ദേഹം ഉദ്ദേശിച്ചില്ല. തന്നെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസുകാർ വരുന്നതും കാത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഫക്രുദ്ദീൻ. എന്നാൽ ഫക്രുദ്ദീൻ ഒളിവിലായിരുന്നു എന്നുള്ള വാർത്തകളാണ് ആദ്യം നമ്മൾ കേട്ടത്. വീട്ടിലെത്തിയ പോലീസുകാർ സാറേ ഞാൻ റെഡിയാണ് എന്ന് ഫക്രുദ്ദീൻ പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ടതിനെക്കുറിച്ചും തുടർന്ന് അവരുമായുള്ള യാത്രയിലെ അനുഭവങ്ങളും എറണാകുളം ജയിലിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും ഫക്രുദ്ദീൻ പന്താവൂർ പറയുന്നത് കേട്ടു. ഒരിക്കലും ഫക്രുദ്ദീൻ ഇത്തരം അവസ്ഥയിൽ ജയിലിൽ പോയില്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്ന തരത്തിലാണ് ഫക്രുദ്ദീൻ പറഞ്ഞു വെക്കുന്നത്. അത്ര വലിയ സൗഭാഗ്യത്തിനാണ് അള്ളാഹു തന്നെ ജയിലിലേക്ക് അയച്ചത് എന്നാണ് ഫക്രുദ്ദീൻ്റെ വാദം. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ അവിടെ നിന്ന് അള്ളാഹു സമ്മാനമായി ഫക്രുദ്ദീന് ഏൽപ്പിച്ചു നൽകി എന്നാണ് പറയുന്നത്. അത് വലിയ സൗഭാഗ്യമായാണ് ഇദ്ദേഹം കാണുന്നത്. ഫക്രുദ്ദീൻ്റെ വാക്കുകളിലേക്ക് പോകാം. എൻ്റെ മൈൻഡിൽ അവിടെയുള്ള ആളുകളുടെ മുഖമൊന്നും വരുന്നില്ല. ആകെ ഒരു ബ്ലാങ്ക് അടിച്ചിട്ടിങ്ങനെ അവിടെ അങ്ങനെ ഓരോ ബ്ലോക്ക് ഉണ്ട്. എ ബ്ലോക്ക്, സി ബ്ലോക്ക്, ബി ബ്ലോക്ക്. പിന്നീട് പറഞ്ഞു നീ എ ബ്ലോക്കിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എ ബ്ലോക്കിലേക്ക് നടക്കുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തടവുകാരായ ആളുകൾ തന്നെയാണ്. ഞാൻ അവിടെ അങ്ങനെ പോയി. എന്നോട് പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ അഡ്രസ്സ് എഴുതി സൈൻ ചെയ്തു. ഇനി എനിക്ക് ഒരു ചൗക്കാടെന്ന് പറയും, ഒരു പുതപ്പ് തന്നു, 2 പ്ലേറ്റ് തന്നു, ഒരു ഗ്ലാസ് തന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കാണാണ് എ ബ്ലോക്കിൽ 9 സെല്ലുണ്ട്. ആ 9 സെല്ലിൽ മനുഷ്യരിങ്ങനെ മൃഗങ്ങളെ കൂട്ടിയിട്ടതുപോലെ മനുഷ്യരെ ആ സെല്ലിലിട്ട് കൂട്ടിക്കാണ്. അങ്ങനെ ചെരുപ്പാട് അഴിച്ചു വെച്ച് ഞാനൊക്കെ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകളൊരു 8-9 ആളുകളുണ്ട്. ഓരോരുത്തരിങ്ങനെ ആദ്യം കാണുന്നവർ ചങ്ങായി ഒരു ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. ചെന്ന സമയം ഞാൻ കണ്ടൊരു മനുഷ്യൻ, ഒരു നല്ലൊരാളെ ഞാൻ അവിടെ കണ്ടു. എനിക്ക് തോന്നി പടച്ചോൻ എന്നോടെന്തോ പറയാൻ വേണ്ടി റബ്ബ് ആക്കിയത് പോലെയൊക്കെ തോന്നിയത്. കാരണം അദ്ദേഹം വളരെ ആ ഭാഗത്തുള്ള ഒരാളാണ്. അപ്പോൾ എന്തോ ചില കേസിൽ അവിടെ വന്ന് അപ്പോൾ ആ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാനവിടെ വന്ന് കയറി എനിക്കൊരു നിമിഷം പോലും എനിക്കൊരു സങ്കടം ഉണ്ടാവാത്തൊരവസ്ഥയിൽ എന്നെ എത്തിച്ച് ആ മനുഷ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അദ്ദേഹം നേരത്തെ ജാമ്യം കിട്ടി പോയ ഒരാളാണ്. അദ്ദേഹത്തിന് അള്ളാഹു എന്താ പറയുക ഹൈറും വർക്കത്തും പ്രദാനം ചെയ്തിട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പടച്ചോൻ കൊണ്ടുവന്ന ഒരു സമ്മാനമായിരിക്കും ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് പറയാതെ എൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമാവില്ല. ഇൻഷാ അല്ലാഹ് അത് പറയാനുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇത്രയും സമയം നിങ്ങളുടെ സമയം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് പരാതിയാണ്, വലിച്ചു നിർത്തലാണ്. ഇതൊരു വലിച്ചു നിർത്തലല്ല, ഞാനൊരു ബുക്ക് എഴുതണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് കണ്ടൊരു കാഴ്ചകൾ, എനിക്ക് റബ്ബ് തന്നൊരു സമ്മാനം, അങ്ങനെ ഒരു മനുഷ്യൻ ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. കൂട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ വിഷയം വീഡിയോയിലൊക്കെ പറഞ്ഞ സത്യാവസ്ഥ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൾ റസാഖ്, അതോടൊപ്പം ഞാൻ ഇവരുടെ പേര് പറയാൻ ഞാൻ കാരണം എൻ്റെ എനിക്ക് വേണ്ടി എപ്പോഴും വരുന്ന, ജയിലിനെ കാണാൻ വരുന്ന, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സുഹൃത്താണ്. അതോടൊപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഈ വിഷയങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ടാകും. ഞാൻ എല്ലാ മനുഷ്യർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ്